ഞാനുണ്ടിവിടെ ചോദിക്കാൻ എന്നുള്ളത് ആറ്റിങ്ങലിലാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ കെട്ടിടമാണ് ആറ്റിങ്ങൽ നഗരസഭ ടൗൺ ഹാൾ. സാധാരണക്കാരായ ജനങ്ങൾക്ക് വിവാഹങ്ങളും മറ്റ് ചടങ്ങുകളും നടത്തുന്നതിന് വേണ്ടിയിട്ടും പൊതുപരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും കുറഞ്ഞ നിരക്കിലുള്ള വാടക വാങ്ങിക്കൊണ്ട് നഗരസഭ വിട്ടു നൽകിയിരുന്ന ഒരു പ്രസ്ഥാനമാണിത്. 2017 ഈ കെട്ടിടത്തിൻ്റെ ജീർണാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നഗരസഭ ഈ കെട്ടിടം നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 2018-19 കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇന്നിപ്പോൾ 5 വർഷം പിന്നിടുമ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ കാണുന്ന അവസ്ഥയിൽ തന്നെയാണ്, ഏകദേശം പാതി വഴിയിൽ നിലച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. ഇത് കാരണം നഗരസഭയ്ക്കുണ്ടായ നഷ്ടങ്ങൾ കോടികളാണ്. എന്നാൽ അതിലേറെ ബുദ്ധിമുട്ടാണ് സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടായത്. പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകേണ്ട നഗരസഭ ടൗൺ ഹാൾ ഇത്തരത്തിൽ പണി പൂർത്തിയാകാതെ അനാഥമായി കിടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ചോദിക്കാം. അരനൂറ്റാണ്ടോളം പഴക്കമുള്ള ഈ ടൗൺ ഹാൾ മന്ദിരം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അവരുടെ മക്കളുടെ കല്യാണം നടത്താനുള്ളൊരു അത്താണിയായിരുന്നു. എന്നാൽ യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ ഈ പഴയ മന്ദിരം നിർത്തിക്കൊണ്ട് തന്നെ റിനോവേഷനും ഒരു എക്സ്റ്റൻഷനും പ്ലാൻ ചെയ്ത മുനിസിപ്പാലിറ്റിയെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇതിൻ്റെ പണി എഴഞ്ഞു നീങ്ങുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ ബഡ്ജറ്ററി കോസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 4.5 കോടി രൂപയെന്നാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 5.5 കോടി രൂപ ചിലവഴിച്ചു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഇതിൻ്റെ കൺസൾട്ടൻറ്റ് KSEB ആണ്. അതിൻ്റെ കൺസൾട്ടിങ് ഫീ എന്ന് പറയുന്നത് 7% ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ ഒരു വലിയ പ്രോജക്റ്റിൻ്റെ കൺസൾട്ടിങ് ഫീ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന എന്നെപ്പോലുള്ള ആൾക്കാർക്കറിയാം 2%. 5 കോടിയാണ് ഇതിൻ്റെ ബഡ്ജറ്ററി കോസ്റ്റെങ്കിൽ നമ്മളിതിൻ്റെ കൺസൾട്ടിങ് ഫീ കൊടുക്കേണ്ടത് 35 ലക്ഷം രൂപയാണ്. ആ 35 ലക്ഷം രൂപയുടെ എന്ത് കൺസൾട്ടിംഗ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ബിൽഡിങ്ങിൻ്റെ കാലപ്പഴക്കം ഏകദേശം കണ്ടഞ്ചേറായ ഒരു ബിൽഡിങ്ങാണ്. ഇതിൽ ഒരു പുതിയ ബിൽഡിങ് പണിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് താഴത്തെ നിലയിൽ ഒരു 50ഓ 75ഓ കാറുകൾ പാർക്ക് ചെയ്യുകയും ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ഡൈനിങ് ഹാളും മുകളിൽ ഒരു കല്യാണ മണ്ഡപവും വേണമെങ്കിൽ ഒരു ഷോപ്പിംഗ് മോൾ പോലെ പണിയാനുള്ള സൗകര്യം ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ പ്ലോട്ടിലുണ്ടായിരുന്നു. ഇത് പ്ലാൻ ചെയ്തവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ ഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ റാമ്പ് പണിഞ്ഞിട്ടുണ്ട്. എന്ത് ആവശ്യത്തിനാണ് റാമ്പ് പണിഞ്ഞത് ഇതുവരെ എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഒരു അംഗപരിമിതനെ സംബന്ധിച്ചിട്ട് ലിഫ്റ്റിൽ പോകുന്നതായിരിക്കും സൗകര്യം, മുകളിൽ അംഗപരിമിതർക്ക് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ റാമ്പിൽ ഒരാളിനെ ഉന്തി കയറ്റുവാനോ തിരിച്ചിറക്കുവാനോ മറ്റൊരാളുടെ സഹായം വേണ്ടി വരും. അതിനുള്ള കോസ്റ്റ് ഇത് എവിടെ നിന്നാണ് ഉണ്ടായത്? ഇനി മറ്റൊരു കാര്യം, ഇതിൻ്റെ ഫണ്ട് എങ്ങനെയാണ് കണ്ടെത്തിയിരിക്കണം നോക്കാം. ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു സഹകരണ സ്ഥാപനമായിട്ടുള്ള കുഴിമുക്ക് ടൗൺ സഹകരണ സംഘത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതിന് 9.7% പലിശയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പലിശ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു നിഷേധാത്മക നിലപാട് മാത്രമല്ല, ഒരു വലിയ തീവെട്ടിക്കൊള്ളയുടെ ഭാഗമായി നിന്നുകൊണ്ട് അതിന് ഒത്താശ ചെയ്യുന്നൊരു പ്രവണതയാണ് ഞാൻ കാണുന്നത്. താങ്കൾ ഈ വിഷയത്തിൽ നിരവധി പരാതികൾ പലയിടങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ നഗരസഭയിൽ പരാതി കൊടുത്തിരുന്നത് അല്ലെങ്കിൽ അപ്പോൾ ഏത് രീതിയിലുള്ള മറുപടിയാണ് ഉണ്ടായത്? 3 കൊല്ലം മുമ്പ് ഈ ബിൽഡിങ്ങിൻ്റെ കാലപ്പഴക്കത്താൽ ഞാൻ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി വേണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തിരുന്നു. ആ വിവരാവകാശത്തിൽ എനിക്ക് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയും തന്നില്ല, മറിച്ച് A3 സൈസിൽ ഒട്ടിച്ചെടുത്ത കുറച്ചൊരു ഡ്രോയിങ് മാത്രമാണ് അവർ തരാൻ സാധിച്ചത്. അതിനുശേഷം 2022 ഞാൻ വീണ്ടും പരാതി കൊടുത്തു. ഇതിൻ്റെ ഫ്യൂച്ചർ പ്ലാനിങ് എങ്ങനെയാണ്, ഇതുവരെ ചിലവാക്കിയ പൈസ എത്രയാണ്, ഇനി എത്ര ചിലവ് വരും, ഇനി എങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വേഗമായിട്ട് വ്യക്തമില്ലാത്ത രീതിയിൽ മറുപടി തന്നത്. അതിൻ്റെ രേഖകൾ എൻ്റെ കൈവശമുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് തീർച്ചയായിട്ടും പരിശോധിക്കാവുന്നതാണ്. ഇത് നഗരസഭാ സെക്രട്ടറി ഒപ്പിട്ട ഒരു വിവരാവകാശ രേഖയാണ്. ഇതിൽ പറയുന്നത് 5.5 കോടി രൂപ അവർ ചെലവഴിച്ച് കഴിഞ്ഞു, 1, 2, 3 ഘട്ടമായിട്ട്. ഇനി വേണ്ടത് ഇനിയും കോടികളാണെന്നാണ് പറയുന്നത്. ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകരും ദൃശ്യമാധ്യമങ്ങളും അതുപോലെ അച്ചടി മാധ്യമങ്ങളുമൊക്കെ നഗരസഭാ അധ്യക്ഷയെ സമീപിക്കുമ്പോൾ പറയുന്നത് നടപടിക്രമങ്ങൾ പുരോഗമിക്കുമെന്നാണ്. ഇനി എത്ര നാളെടുക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം സാധാരണ ഒരു പ്രോജക്റ്റ്, അതും ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള പാവപ്പെട്ടവന് അല്ലെങ്കിൽ ഒരു പൊതുപരിപാടി നടത്താൻ ചുരുങ്ങിയ ചെലവിൽ കിട്ടേണ്ട ഒരു പദ്ധതി ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് സത്യം പറഞ്ഞാൽ തീവെട്ടിക്കൊള്ളയുടെ ഭാഗം തന്നെയാണ്. ജനങ്ങൾക്കിത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് തന്നെയല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഓഡിറ്റോറിയം നടത്തുന്ന വലിയ വലിയ മുതലാളിമാരുമായിട്ട് ഇവർ സഖ്യം ചെയ്തിരിക്കുന്നതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ
സാധാരണക്കാരന് കല്യാണം നടത്താനായിട്ട് ഒരു ബഡ്ജറ്റ് ഒരു ഓഡിറ്റോറിയം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ 2 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയും മുടക്കിയിട്ട് വലിയ വലിയ ഓഡിറ്റോറിയങ്ങളിൽ പോകുന്നവർ സത്യം പറഞ്ഞാൽ ഇവിടെ 10,000 രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. 10 പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് കല്യാണം നടത്താൻ സാധിക്കുമായിരുന്നു. ഇത് നിരവധിയായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പാവപ്പെട്ടവർക്ക് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. ആറ്റിങ്ങൽ മുനിസിപ്പൽ ടൗൺ ഹാളിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ആറ്റിങ്ങൽ നഗരസഭാ കൗൺസിൽ അംഗം കൂടിയായിരുന്ന പ്രിൻസ് രാജ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അന്നെടുത്ത തീരുമാനം, എന്താണ്, എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്? ഈ അന്നെടുത്ത തീരുമാനത്തെ പറ്റി ഇപ്പോഴും ചോദിക്കണോ? കാരണം ഇതിനെക്കുറിച്ച് പറയാൻ തന്നെ വളരെ വിഷമവും വേദനയും ഉണ്ട്. പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന് മുമ്പിലൂടെ എത്രയോ പ്രാവശ്യം മിക്കവാറും ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നതാണ്. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ആ രീതിയിലേക്ക് നമ്മുടെ മാനസികമായിട്ട് അത് എനിക്കെന്നല്ല, ഈ പ്രദേശത്തുള്ള ഈ നഗരവുമായി ബന്ധപ്പെടുന്ന എല്ലാവരും ഒരു വിഷമത്തോടു കൂടിയല്ല, ഇത് നമ്മളൊരു ശ്മശാനം നോക്കുന്ന രീതിയിലാണ് അത് കാണുന്നത്. വളരെ വേദനയുണ്ട്. സത്യത്തിൽ ഒരു ഉള്ളു തുറന്ന് പറയുകയാണ്, അന്ന് ഞാനും കൂടെ ഇരുന്ന കൗൺസിലാണ് തീരുമാനം എടുക്കുന്നത്. ഇങ്ങനെ വരുമായിരുന്നു എന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ എൻ്റെ വിയോജിപ്പ് എഴുതി കൊടുത്തനി. ഇത് ഇടിക്കേണ്ട, അല്ലെങ്കിൽ ഇങ്ങനൊരു നവീകരണം വേണ്ടാന്ന് എഴുതി കൊടുത്തനി. ഇത്രയും നീണ്ടുപോകുന്നു, ഇത്ര അപഹാസ്യമാണ് ഇത്. എനിക്കത് പറയാം, എനിക്ക് എൻ്റെ അടുത്ത് തന്നെ വിഷമം തോന്നുന്നൊരവസ്ഥ. ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം 82-ലോ 83-ലോ ആണ് അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നയനാർ ഉദ്ഘാടനം ചെയ്ത വളരെ ആഢ്യതയോടുകൂടിയുള്ള ഒരു ഹാളാണ്. അന്ന് നഗരസഭയ്ക്ക് സ്വന്തമായൊരു ഹാള് എന്ന് പറയുന്നത് ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമാണ്. അന്ന് നഗരസഭകളിലെല്ലാം ഓരോ നഗരസഭകളും നടത്തിക്കൊണ്ട് പോകുവാൻ പോലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ആറ്റിങ്ങൽ ഒരു ടൗൺ ഹാൾ വരുന്നത്. ആഠ്യതയുള്ളൊരു കെട്ടിടമാണ്. കെട്ടിടത്തിൻ്റെ ആ മുഖപ്പൊക്കെ എപ്പോഴും മാറിപ്പോയി. ടൗൺ ഹാളിൻ്റെ നിലവിലുള്ള അപര്യാപ്തത മാറ്റണമെന്നുള്ളതിൻ്റെ ഒരു വലിയ ആഗ്രഹവും ആവശ്യമായിരുന്നു. കാരണം ഒന്ന് വാഹനങ്ങൾ കൊണ്ടുവന്നാൽ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം, ഡൈനിങ് ഹാൾ ഒത്തിരി കൂടെ വിപുലമാക്കണം. അപ്പോൾ ഇതൊരു മൾട്ടി സ്റ്റോറിയുടെ ബിൽഡിംഗ് ആണ്, നല്ല അടിപൊളി കെട്ടിടമാണ്. ആ തൂണുകൾ, ഈ തൂണൊന്നും മാറ്റിയിട്ടില്ല, പഴയ തൂണ് തന്നെയാണ്. അത് നല്ല ഹൈറ്റുള്ള ബിൽഡിങ് മാത്രമല്ല, പഴയ ആസ്ബറ്റോസാണ്. ആസ്ബറ്റോസ് പറഞ്ഞാൽ വളരെ കട്ടിയുള്ള, അന്നത്തെ കെട്ടും മട്ടുമുള്ള കെട്ടിടമാണ്. നല്ല കെട്ടുറപ്പുള്ളൊരു കെട്ടിടമാണ്. അപ്പോൾ ആ കെട്ടിടത്തിനെ അന്ന് ആദ്യ തീരുമാനം ടൗൺ ഹാൾ പൊളിക്കുന്നു, പുതുക്കി പണിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ചർച്ചയെല്ലാം വന്നപ്പോൾ അതിനൊരു എഞ്ചിനീയറിംഗ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തി ചെയ്യാവുള്ളൂ എന്നുള്ള തീരുമാനം വന്നു. നിരവധി ചർച്ചകൾ വന്നപ്പോഴാണ് നിർമ്മാണ കമ്പനികൾ, നമ്മുടെ സർക്കാരിൻ്റെ സാധാരണ നിർമ്മാണ കമ്പനി, ഇപ്പോൾ ഹൗസിംഗ് ബോർഡ് അല്ലെ അങ്ങനെയുള്ള അവരെ ഒന്നും ഏൽപ്പിക്കേണ്ട, അതൊക്കെ ഏൽപ്പിച്ചാൽ അതിൻ്റേതായ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് KSEB ആണ് നിർമ്മാണം ഏൽപ്പിച്ചിരുന്നത്. KSEB ആയിട്ട് തന്നെ കരാർ വന്നു. അപ്പോൾ ഇതിന് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ ഡയറക്റ്റായിട്ട് നമ്മുടെ നഗരസഭയ്ക്ക് വലിയൊരു പദ്ധതിയാണ്. അങ്ങനെയാണ് ആറ്റിങ്ങൽ ടൗൺ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അവരാണ് ഇതിൻ്റെ സാമ്പത്തിക സഹായം തരുന്നത്. KSEB ആണ് നിർമ്മാണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അന്നത്തെ ചെയർമാൻ എന്ന് വിശദീകരിച്ചു. അപ്പോൾ അത് കേട്ടാൽ നമുക്ക് തന്നെ അറിയാം ഇതൊരു നല്ല പദ്ധതിയാണ്. ആറ്റിങ്ങലിനെ സംബന്ധിച്ച്, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയും ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ഈ മുനിസിപ്പൽ ടൗൺ ഹാള് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി. അത് മാത്രമല്ല, കല്യാണമായാലും അതുപോലെ തന്നെ പ്രോഗ്രാമുകൾ, ആറ്റിങ്ങൽ പാരലൽ കോളേജിനെ സംബന്ധിച്ച് ഇവിടെ ഒരുപാട് പ്രോഗ്രാമുകൾ ഈ ടൗൺ ഹാളിൽ വെച്ചാണ് മാത്രം നടത്തിയിട്ടുണ്ട്. ഞാനും അതിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പരിപാടികൾ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഇവിടെ നിഷ്ക്രിയമായിട്ടുള്ള ഈ ഒരു മുനിസിപ്പൽ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനെ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 5 വർഷക്കാലമായി ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പ്രവർത്തനം എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലച്ചു പോകുന്നതെന്നും അത് പൂർത്തീകരിക്കാത്ത എന്താണെന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അത് ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അത് ഒരു രാഷ്ട്രീയ പാർട്ടികളും, അത് കോൺഗ്രസ് ആകട്ടെ, അതുപോലെ LDF ആകട്ടെ, അതുപോലെ തന്നെ BJP ആകട്ടെ, ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ഇവിടെ നടത്തുന്നില്ല. ഇത് നമുക്ക് ഇതിന് ജനങ്ങൾക്ക് അറിയണം എന്താണെന്നുള്ളത്, അറിയാനുള്ള ആഗ്രഹം നമുക്കുണ്ട്. അപ്പോൾ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഈ ആറ്റിങ്ങൽ ടൗണിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ടൗൺ ഹാൾ മാത്രമേ മുൻപുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അറിയാനുള്ള ആഗ്രഹം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അത് വെളിച്ചത്ത് കൊണ്ടുവരണം. അത് മാത്രമേ എനിക്ക് സംസാരിക്കുന്നു. മറ്റ് ഓഡിറ്റോറിയങ്ങളെല്ലാം വലിയ തുക ചിലവാക്കിയില്ലേ? മറ്റ് ഇവിടെ ആറ്റിങ്ങലിനെ സംബന്ധിച്ചാണെങ്കിൽ മാമത്ത്, അതുപോലെ തന്നെ പിന്നെ ആറ്റിങ്ങൽ ടൗണിലേക്ക് മറ്റ് ഹാളുകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ വലിയ റേറ്റുകളാണ്. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഇത് തുച്ഛമായ റേറ്റിന് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു റേറ്റാണ് ഇവിടെ ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിച്ചുകൊണ്ട് ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാര്യം എന്തുകൊണ്ടാണ് ഇതിനകത്തുള്ള ഉൾക്കള്ളികൾ, ഇതിൻ്റെ കാര്യങ്ങൾ, ഇതിൻ്റെ ഉള്ളറകളിലുള്ള വ്യക്തമായ കാര്യം എന്താണെന്നുള്ള ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ മുനിസിപ്പാലിറ്റിയുടെ ഈ വാർഡ് ഇരിക്കുന്നതും പിന്നെ ഇവിടുത്തെ പ്രതിപക്ഷ ഒരു നേതാവിൻ്റെ ഒരു വാർഡാണ്, പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു വാർഡാണ്. അപ്പോൾ അവരെന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് ഇത് മുന്നിലേക്ക് വരുന്നില്ല? ജനങ്ങൾ എന്തുകൊണ്ട് ഇതിലേക്ക് വരുന്നില്ല? ഇത് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ആരും പ്രതിഷേധം കാണിക്കുന്നില്ല.
ആ പ്രതിഷേധം കാണിക്കാത്തത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒരുപാട് പ്രപ്പോസൽ എൻ്റെ പ്ലാൻ ഇതെല്ലാം വന്നപ്പോഴെന്താണ്, നമുക്കിവിടെ ഒരു പാർക്കിംഗ് ഏരിയ വേണം, ഗ്രൗണ്ട് പാർക്കിംഗ് വേണം. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ എന്താണ്, നമ്മൾ കയറുന്ന ലെയർ പാർക്കിംഗ് കൊടുത്തിട്ട് മുകളിലോട്ട് രണ്ടാമത്തൊരു നില വരണം. അപ്പോൾ രണ്ടാമത്തെ നില വരുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരു മാറ്റവും വ്യത്യാസവും എല്ലാം വരും. അങ്ങനെയൊക്കെയുള്ള വിപുലമായിട്ടാണ്. പക്ഷേ അതിൽ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ഒരു 2-3 വർഷക്കാലത്തിനിടയിൽ പിന്നെ ഒരു 2 കൊല്ലം കൂടി 2018 18 ഓണത്തിന് മുമ്പേ തന്നെ ബുക്കിംഗ് ഓഫ് ചെയ്തു. പിന്നെ ബുക്കിംഗ് ഇല്ല. എത്രയോ ചെറിയ ഫംഗ്ഷനായിരുന്നാലും ചെറിയ വരുന്ന ഈ ഒരു ഹാളുണ്ട്, ഒരു ചെറിയൊരു 10-100 പേർക്ക് ഇരിക്കാന്നുള്ള ഒരു മിനി ഹാള്, ഇതിൻ്റെ ഇപ്പുറത്തെ ഡൈനിങ് ഹാള്, പിന്നെ ഈ വലിയ മെയിൻ ഹാൾ, അങ്ങനെ 3 ഇതായിട്ടാണ് 3 പ്രോഗ്രാം വരെ ഇതിൻ്റെ അകത്ത് വെച്ച് ഒരേ ദിവസം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ മീറ്റിംഗ് ആയിരുന്നാലും കുറച്ചുകൂടി ആളുകൾ ഉൾക്കൊള്ളതാണെങ്കിൽ അങ്ങനെ. അതുപോലെ നഗരസഭയുടെ എല്ലാ പരിപാടികളും, ഇപ്പോൾ കുടുംബശ്രീയുടെ പ്രോഗ്രാം ആയിരുന്നാലും അല്ലെങ്കിൽ കർഷക ദിനം ആചരിക്കുന്നതെല്ലാം ടൗൺ ഹാള് ഒരു സർക്കാർ ഓഫീസിൻ്റെ ഒരു മറ്റൊരു ഇതാണ്, ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ്. 2018 ബുക്കിംഗ് നിർത്തി 2024 ആയി എന്ന് പറയുമ്പോൾ 6 വർഷമായിട്ട് ഇവിടെ ഈ നാട്ടിലെ നമ്മൾ വലിയ പാരമ്പര്യമൊക്കെ പറഞ്ഞെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് അവരുടെ കുട്ടികളുടെ ഒന്ന് മംഗല്യം, ഏറ്റവും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള ഒരു ആണിനെ സംബന്ധിച്ചുള്ള അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ജാജ്വല്യ മുഹൂർത്തമാണ്. ലക്ഷക്കണക്കിന് രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ കള്ളം പറയില്ലേ, 2 ലക്ഷം രൂപ വരെ വാടക വാങ്ങിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ആറ്റിങ്ങലിൽ. അവർ പറയുന്നുണ്ട് അവരുടെ ടാക്സ് അത് ഇതെല്ലാം പറയുന്നുണ്ട്. പുതിയ കാലഘട്ടത്തിലാണ് 2 ലക്ഷം രൂപ. അപ്പോൾ ഇത് പാവങ്ങളല്ലേ, കുറേ ആൾക്കാർക്ക് അവർക്ക് 5 സെൻറ്റിനോ 10 സെൻറ്റിനോ അകത്ത് വെച്ച് നടത്താൻ പറ്റില്ല. നാടൊട്ടുക്ക് അറിയിച്ചുകൊണ്ടുള്ളൊരു കല്യാണം നടത്താൻ കുറഞ്ഞ റേറ്റിൽ മാന്യമായ രീതിയിൽ ഉള്ള സൗകര്യം കൊണ്ട് ആളുകൾ സംതൃപ്തരായിരുന്നു. അത് നടത്തിക്കൊണ്ടിരുന്നിടത്ത് നിങ്ങൾക്ക് മെച്ചപ്പെടുത്തി തരാമെന്നുള്ള രീതിയിൽ പൊളിച്ചിട്ടിട്ട് 6 വർഷമായി കിടപ്പുണ്ടല്ലേ. 6 വർഷമായിട്ട് 2 ലക്ഷം രൂപ വരെ പാവങ്ങൾ കൊടുക്കേണ്ടി വരുന്നത്. ഈ പാവം ഇത് ആരാണ് വരുത്തിയത്? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എനിക്കും ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് തന്നെ വിഷമം. ഞാനും കൂടെ ഇരുന്ന ഒരു കൗൺസിലാണത് തീരുമാനമുണ്ട്. ഇത് ഇത്രയും ഇഴയും ഇതിങ്ങനെ ആയിത്തീരുമെന്നുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു സൂചനയെങ്കിലും നമുക്ക് അന്ന് മനസ്സിലായിരുന്നെങ്കിൽ നമ്മൾ അനുവദിക്കില്ലായിരുന്നു. ഇത് തൽസ്ഥിതി തുടരാനേ പറയുമല്ലായിരുന്നു. അപ്പോൾ ഇത് പിടിപ്പുകേടാണ്. ഇത് പിടിപ്പുകേടും കഴിവില്ലായ്മയാണ്. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ ഞാൻ പറയാമോ എന്ന് എനിക്കറിയുന്ന ചില സംശയങ്ങളുമുണ്ട്. സ്വകാര്യ ഓഡിറ്റോറിയങ്ങളെല്ലാം സംതൃപ്തരാണ് ഇപ്പോഴും. കാരണം ഏത് ഓഡിറ്റോറിയത്തിൽ ചെന്നാലും, പേരെടുത്തൊന്നും പറയുന്നില്ല, ഇവിടെയുള്ള പ്രമുഖന്മാരുടെ ഓഡിറ്റോറിയങ്ങളിൽ എവിടെ ചെന്നാലും ഒരേ റേറ്റാണ്. അല്ലെങ്കിൽ ഒരു 10,000-15,000 രൂപ പൊതുപ്രവർത്തകരുടെ നിലയ്ക്ക് എത്രയോ പേര് എൻ്റെ സമീപിച്ചിട്ടുണ്ട്. നിനക്ക് അവിടെ പരിചയമുണ്ടോ, ഒന്ന് പറയൂ, 10,000-25,000 ഒന്ന് കുറച്ച് തരാൻ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പേര് വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ഭീകരത മനസ്സിലാക്കുന്നത്. കല്യാണങ്ങൾ കുറഞ്ഞ റേറ്റിൽ നടത്താൻ പറ്റും, ഒരുപക്ഷെ മാറ്റി വയ്ക്കേണ്ടി വന്ന ചില സാഹചര്യങ്ങൾ വരും, മരണവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പോഴും നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും സർക്കാർ സ്ഥാപനമായിട്ട്, ഇതൊന്ന് ഫംഗ്ഷൻ മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ കല്യാണം നടക്കാതെ പോകുന്നുണ്ട്, അവർ കൗൺസിലിൽ വയ്ക്കുമായിരുന്നു, അതിനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. കത്ത് കൊടുക്കും, ഇന്ന സാഹചര്യത്തിലായിട്ട് നടത്താൻ പറ്റിയില്ല, അത് റീഫണ്ട് അഡ്വാൻസ് റീഫണ്ട് ചെയ്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഒരു സ്വകാര്യ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ അത് നടക്കും. അപ്പോൾ സത്യത്തിൽ ഇതൊരു പാവങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത്. കല്യാണത്തിന് മാത്രമല്ല, ഫംഗ്ഷൻ അല്ല, സർക്കാരിൻ്റെ പരിപാടികൾ, എത്രയോ വലുതും ചെറുതുമായിട്ടുള്ള പരിപാടികൾ ആരെടുത്തും ചോദിക്കാതെ നമ്മുടെ സ്വന്തം ഓഡിറ്റോറിയം, നാടിൻ്റെ ഓഡിറ്റോറിയം നമുക്ക് ഡേറ്റ് എഴുതിയിട്ട് ബുക്ക് ചെയ്ത് വരുന്ന ഇതാണ്. ഇപ്പോഴും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആറ്റിങ്ങൽ ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉണ്ടല്ലോ. നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ അത്ര പെരുമയുള്ള മുനിസിപ്പാലിറ്റി തെക്കൻ മേഖലയിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എല്ലാം കൊണ്ട് നല്ല രീതിയിലൊക്കെ പോകുന്നു. അപ്പോഴെന്ത് ചെയ്യും, നമ്മുടെ സാമ്പത്തിക വിഷയമല്ല, സാമ്പത്തിക അഥവാണെങ്കിൽ തന്നെ ഇവിടെ നിന്ന് തന്നെ വരുമാനം വരുന്നതനുസരിച്ച് അടയ്ക്കാന്നുള്ളത് അടഞ്ഞൊക്കെ പോകും. പിന്നെ ഇവിടെ എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞു അതിനെ സംബന്ധിച്ച്, അതൊക്കെ എന്നേ പരിഹരിച്ചു. ആ സമയത്ത് തന്നെ ഒരു 1-1.5 വർഷത്തിനകത്ത് തന്നെ ഈ സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു. അതിൽ ചില വ്യക്തികളുടെ വ്യക്തി താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് ആളുടെ മതിലും കെട്ടിയതിന് ശേഷമാണ് ഇത് എഴുതുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ്. സംശയം എന്ത്? അശാസ്ത്രീയമായ നിർമ്മാണമാണ്. ഇത് മെയിൻ ഹാളാണ്. അല്ലെങ്കിൽ ഇത് ഡൈനിങ് ഹാളാക്കിയിട്ട് ഫംഗ്ഷൻ മേലിലാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാവും. ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റൊക്കെ കാണുമ്പം ഈ ഷീറ്റിന് എത്ര കാലാവധി കാണും? 10 വർഷം കിടക്കുമോ? ടിൻ ഷീറ്റാണ്, മനസ്സിലാക്കണം. ഇത് നല്ലൊരു മഴയോ വരികയാണെങ്കിൽ, നല്ലൊരു കാറ്റോ വരികയാണെങ്കിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് മൊത്തം തെറ്റുകളാവും. നഗരസഭയുടെ നഗരസഭയുടെ പിടിപ്പുകേട് നടന്നൊരു സംശയമുണ്ട്. നല്ല കപ്പാസിറ്റി ഉള്ള ഒരു ഭരണസമിതി ആയിരുന്നെങ്കിൽ എപ്പോഴത് വിറപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമല്ലോ. ആർക്ക് വേണ്ടി? ഇത് പാവങ്ങൾക്കല്ലേ. അവൻ ഇവിടെ നടത്തിയാലെന്താ, നടത്തിയില്ലെങ്കിൽ എന്താ, നമുക്കിങ്ങനെ മതി. ഇതിൽ എനിക്ക് തോന്നുന്ന ചില സംശയം, ഇതിൽ മറ്റെന്തൊക്കെയോ ചില ക്രമക്കേടുകളുണ്ട്. ഇല്ലെങ്കിൽ ഇത് ഇത്രയും താമസിപ്പിക്കും. ഇനി എന്ന് ചെയ്യും? ഇത് 2018 പൊളിച്ചാൽ സ്വാഭാവികമായിട്ടും 2020 ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. 2020 ആകുമ്പം ആ ഭരണസമിതിയുടെ കാലഘട്ടം കഴിഞ്ഞു. ആ ഭരണസമിതിയുടെ കാലഘട്ടം കഴിയുന്നതിന് മുമ്പേ തന്നെ ഇത് ഓപ്പൺ ചെയ്യാമെന്നുള്ളതായിരുന്നു. ഇത് പുതിയ ഭരണസമിതി വന്നു കഴിഞ്ഞാൽ 3.5 കൊല്ലമായി. ഇനി 1.5 കൊല്ലം കൂടെ ഉള്ളൂ ഈ ഭരണസമിതിക്ക്. വർഷം 6 കഴിഞ്ഞു.
7.5 കൊല്ലമാവാൻ പോകുന്നു ഇത് ഈ ഭരണസമിതിയും കൂടെ കഴിയുമ്പോൾ. അപ്പോഴും ഈ കാലയളവിൽ തുറന്നു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറിയ പണികളേ ഉള്ളൂ, മിനുക്ക് പണികളേ ഉള്ളൂ എന്ന് പറയുമ്പോഴും ഇതൊരു വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഇത് കുറേ കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിലേ ഇത് പുറത്തു വരികയും ഇത് ഓപ്പണായി കഴിഞ്ഞാൽ ഇതിൻ്റെ നിലവിലുള്ളതിനേക്കാളും ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ട് മാന്യമായൊരു ഫീസ്, ഇപ്പോൾ 2 ലക്ഷമോ 1 ലക്ഷമോ ഒന്നല്ല പറയുന്നത്, അത് ആനുപാതികമായിട്ടുള്ളൊരു പുതിയ ബിൽഡിംഗ് എന്ന രീതിയിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ പൈസ എടുത്ത് സുഖമായിട്ട് അടഞ്ഞു പോകും. ഒരു വർഷം 365 ദിവസമുണ്ടെങ്കിൽ 200-250 ദിവസവും ഫംഗ്ഷൻ കിട്ടുന്ന ഒരു ആഡിറ്റോറിയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. 250 ദിവസവും ഫംഗ്ഷൻ കിട്ടും. അത്രത്തോളം ചാലുവായി പൊയ്ക്കൊണ്ടിരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഫണ്ട് അടയുന്നതിൽ എന്ത് ബുദ്ധിമുട്ട്? ഒരു തീരുമാനമെടുത്താൽ പോരെ, കൗൺസിലിൽ തീരുമാനമെടുത്താൽ പോട്ടെ. ടൗൺ ഹാളിൽ നിന്ന് വരുന്ന ഫണ്ട് യാതൊരു തടസ്സവും ഇല്ലാതെ അത് ഈ ബാങ്കിൽ, സഹകരണ ബാങ്കിലേക്ക് കൃത്യമായിട്ട് അടയ്ക്കണമെന്ന് തീരുമാനമെടുത്താൽ ഓപ്പണായി കഴിഞ്ഞാൽ നടന്നു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് മറ്റാരെയൊക്കെയോ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തിനൊക്കെ വേണ്ടി മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ചരട് വലികളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലെങ്കിൽ പിന്നെ ഇത് എന്തിനു നീട്ടുന്നു? ഈ നഗരസഭയിൽ നമ്മൾ ആറ്റിങ്ങൽ ടൗണിൽ എത്രയൊക്കെ വലിയ ഡെവലപ്മെൻ്റ് ആണെന്ന് പറഞ്ഞാലും ഇവിടെ നല്ലൊരു ശതമാനം ആൾക്കാർ പാവങ്ങളാണ്. വേഷം കണ്ടവരെ വിലയിരുത്തൽ, വേഷം കണ്ട ചിലപ്പോൾ മാന്യമായ വേഷം ഒക്കെ ഇട്ട് നടക്കുന്നവരായിരിക്കും. വെറും പാവങ്ങളും അന്നോടന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നവരും അങ്ങനെയുള്ളവരാണ്. ഇവിടെ ഈ ഒരു സ്ഥാപനം തുറന്നിരുന്നെങ്കിൽ എത്ര ജീവനക്കാർക്ക് ഇവിടെ ഒരു അവസരം ഉണ്ടായിരുന്നു, ജീവിക്കാൻ അവസരം ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും. ഈ ഒരു ആഡിറ്റോറിയം ഒന്ന് ചാലുവായാൽ പരിസരത്ത് വീണ്ടും കുറേ കൂടെ വ്യത്യാസങ്ങൾ വരികയായിരിക്കും. ഇതൊരു ഉപേക്ഷിക്കപ്പെട്ട അടയാളവാക്യം എന്ന് പറയുന്നത് അതേപോലെ കാലത്തിനെറിഞ്ഞു കൊടുത്ത സ്മാരകമുദ്ര പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ആറ്റിങ്ങൽ നഗരസഭയുടെ 30-ാം വാർഡാണ് ടൗൺ ഹാൾ വാർഡ്. ടൗൺ ഹാൾ വാർഡിൻ്റെ കൗൺസിലർ സന്തോഷ് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന് ഈ ടൗൺ ഹാളിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ എന്ന് അവസാനിക്കും എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ എന്നിത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ഈ ടൗൺ ഹാൾ നമുക്ക് എന്നത്തേക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഭരണസമിതിയുടെ പേര്? ഇത് ആരംഭിച്ച തീയതിയും അതുപോലെ തന്നെ ഒരു പദ്ധതി രൂപീകരിക്കുന്ന സമയത്ത് അതിനുള്ള ഫണ്ട് വകയിരുത്തുകയും അതുപോലെ തന്നെ അത് എത്ര കാലയളവ് കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് ഒരു നിശ്ചയദാർഢ്യമില്ലാത്ത രീതിയിലാണ് ഈ ടൗൺ ഹാളിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആറ്റിങ്ങൽ നഗരസഭയുടെ ചെയർപേഴ്സണ് ഇതെന്ന് പൂർത്തിയാക്കുമെന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ആരുടെയൊക്കെ താല്പര്യത്തിനും നിർബന്ധത്തിനും വഴങ്ങിക്കൊണ്ട് അടിയന്തരമായി ടൗൺ ഹാൾ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് പുനർനിർമ്മാണം നടത്താൻ തീരുമാനമെടുക്കുന്ന സാഹചര്യമായിരുന്നു 2017 തുടക്കത്തിലുണ്ടായത്. 2017 മുമ്പ് ഈ ടൗൺ ഹാളിന് വാടക ഇനത്തിൽ ഒരു വർഷം ലഭിച്ചുകൊണ്ടിരുന്നത് 25 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപയ്ക്കിടയ്ക്കുള്ള വരുമാനമാണ് ഉണ്ടായിരുന്നത്. 2017 നിർത്തിവെച്ചതിന് ശേഷം ഈ 2024 ആകുമ്പോൾ അന്നുണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനം തുടർന്നു പോയിരുന്നെങ്കിൽ ഇന്ന് നഗരസഭയ്ക്കും 3 കോടിയോളം രൂപ വരുമാനമുണ്ടാകുമായിരുന്നു. ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം പല ഘട്ടങ്ങളിലായി എത്ര രൂപയാണ് മുഴുവൻ നമുക്ക് ചിലവാക്കേണ്ടി വരുന്നതെന്ന് ഒരു രീതിയിലും ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഒരു വിശകലനം കൗൺസിലിൽ ചെയ്യാതെയാണ് ഇതിൻ്റെ തുടർ നടപടികൾ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് എന്ന് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ഒരു കൗൺസിൽ അംഗം എന്ന നിലയിലും അതുപോലെ തന്നെ ചെയർപേഴ്സണോട് ചോദിച്ചാലും അവർക്കും പറയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഈ 6 വർഷം കഴിയുന്ന സമയത്ത് നമ്മൾ തിരിച്ചടയ്ക്കേണ്ട തുക ഏകദേശം 6 കോടിയോളം രൂപ കുഴിമുക്കിലെ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് തിരിച്ചടയ്ക്കാനുണ്ട്, പലിശ സഹിതം. പലിശ അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം, ലോണിൻ്റെ തുക, അടവ് തുക അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം, അതുപോലെ തന്നെ ഈ സർക്കാർ ഏജൻസിയിൽ നിന്നും ഈ ലോൺ എടുക്കാത്തത് കൊണ്ട് സർക്കാർ വിശദീകരണം ആറ്റിങ്ങൽ നഗരസഭയോട് ചോദിച്ചിരുന്നു. അതിന് വ്യക്തമായ വിശദീകരണം നൽകാൻ ആറ്റിങ്ങൽ നഗരസഭയുടെ സെക്രട്ടറിക്കോ കൗൺസിലിനോ സാധിച്ചില്ല. അത് കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ടൗൺ ഹാൾ നിർമ്മിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം ലഭിക്കാതെയായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വികസനത്തിന് നൽകുന്ന പ്ലാൻ ഫണ്ടിൽ നിന്ന് ഇന്നിപ്പോൾ ഈ ടൗൺ ഹാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി വക മാറ്റുകയാണ്.
അങ്ങനെ മാറ്റിയപ്പോൾ സംഭവിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വികസന മുരടിപ്പാണ്. ആ വർഷം തോറും വകമാറ്റി ഈ വർക്ക് നീളുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് വളരെ തുച്ഛമായ നിരക്കിൽ, അതായത് 2017 15,000 രൂപ വാടകയ്ക്കാണ് ഈ ടൗൺ ഹാള് കല്യാണത്തിന് വേണ്ടി അനുവദിച്ചിരുന്നത്. അന്നും SC വിഭാഗത്തിൽ പെടുന്നവർക്ക് വേണ്ടിയിട്ട് പട്ടികജാതി പട്ടികവർഗത്തിൽ പെടുന്നവർക്കുമൊക്കെ ഇളവ് നൽകിക്കൊണ്ടാണ് ടൗൺ ഹാൾ കല്യാണ ആവശ്യത്തിന് നൽകിയിരുന്നത്. പക്ഷെ ഇന്ന് അത്തരത്തിൽ ഒരു സാംസ്കാരിക സംഘടനയ്ക്കോ അല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക രംഗത്തോ സാമൂഹ്യ രംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് വലിയ തുക കൊടുത്ത് ഹാൾ എടുക്കേണ്ട അവസ്ഥയാണെന്നുള്ളത്. കാരണം ഇന്ന് 75,000 രൂപയ്ക്ക് മുകളിൽ 1.5 ലക്ഷം രൂപ വരെ വാടക കൊടുത്താലേ ആറ്റിങ്ങൽ ടൗണിൽ ഒരു വിവാഹം നടത്തുന്നതിന് ഹാള് കിട്ടുകയുള്ളൂ. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ ഇത് ഇത്രയധികം നീട്ടിക്കൊണ്ടുപോകുന്നത്, നമ്മൾ ഫണ്ട് കണ്ടെത്താതെ ഇത് നീട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് സൊസൈറ്റിക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നാളെ ഒരു പക്ഷേ ഇത് അടയ്ക്കാതെ വന്നാൽ, ഇത് ജപ്തി നടപടിയിലേക്ക് പോയാൽ തന്നെ ആറ്റിങ്ങൽ നഗരസഭയുടെ ഓഫീസ് ഇരിക്കുന്ന പ്രമാണമാണ് സൊസൈറ്റിയിൽ ജാമ്യമായി നൽകിയിട്ടുള്ളത്. ഇത്രയും കടപ്പെടുത്തിക്കൊണ്ട് ഈ തുക തിരിച്ചടയ്ക്കാനും പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് നഗരസഭ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയർമാനായിരിക്കുന്ന ഘട്ടത്തിൽ ആരംഭിച്ച മേജർ പ്രോജക്റ്റുകളെല്ലാം തടസ്സപ്പെടുത്താൻ ഒരു അജ്ഞാത ശക്തികളുണ്ടായിരുന്നു. ഏത് വിധേനയും തടസ്സപ്പെടുത്തുക എന്നുള്ളത്, അത് തങ്ങൾക്ക് കഴിയാത്തത് മറ്റൊരാൾക്ക് കഴിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഇത് നടക്കാൻ പാടില്ല എന്നൊരു ടൗണിൻ്റെ പൊതുവികസനം എന്നതിനേക്കാൾ ഉപരിയായി നടക്കാൻ പാടില്ല എന്നൊരു അസഹിഷ്ണുത ചില ആളുകളിൽ, ചില കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആറ്റിങ്ങൽ മുനിസിപ്പൽ ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനാണ് തീരുമാനിച്ചത്. അതിൻ്റെ നേട്ടമെന്ന് കണ്ടാൽ ഒന്ന്, അത് പലിശ മറ്റൊരേക്കാൾ കുറച്ച് തരാൻ, ബാർഗൈനിങ്ങിൽ മറ്റൊരേക്കാൾ ചർച്ചയിൽ മറ്റൊരു KUDFC തുടങ്ങിയിട്ടുള്ള ഏജൻസികളിൽ നിന്നും പലിശ കുറച്ച് തരാം എന്ന് സമ്മതിച്ചു. മറ്റൊരു കാര്യം, ഈ ടൗൺ സർവീസ് ബാങ്ക് എന്ന് പറയുന്നത് ടൗണിലെ ജനങ്ങളുടേതാണല്ലോ. അപ്പം 1 രൂപയെങ്കിലും പലിശ ഇനത്തിൽ ടൗൺ സർവീസ് ബാങ്കിലേക്ക് പോയാൽ അത് ഈ ടൗണിലെ ജനങ്ങൾക്കുള്ളതാണ്. ഈ 2 കാര്യങ്ങളും വച്ചിട്ടാണ് ഞങ്ങൾ വായ്പ സ്രോതസ്സിനായി ടൗൺ സർവീസ് സഹകരണ ബാങ്കിനെ സമീപിക്കുന്നതും. ഇപ്പോൾ കേസൊക്കെ തീർന്നു, നിർമ്മാണം ആരംഭിച്ചു. അതിൻ്റെ നല്ലൊരു പോർഷൻ പൂർത്തിയാകുന്ന സന്ദർഭത്തിലാണ് കോവിഡ് പടർന്നു പിടിക്കുന്നത്. അപ്പോൾ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും സമ്പൂർണ്ണ ലോക്ക്ഡൗണായി. പിന്നെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. അങ്ങനെയാണ് പ്രവർത്തനം പിന്നെ സ്തംഭിക്കുന്നത്. പിന്നെയും തുടങ്ങിയെങ്കിലും നമ്മുടെ കാലഘട്ടത്തിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതിൽ ഒരു കാര്യമുള്ളത്, ഞങ്ങളിതിൻ്റെ നിർമ്മാണ ചുമതല കരാറ് KSEBയിലെ സിവിൽ വിഭാഗത്തിനാണ് നൽകിയത്. അത് നൽകിയത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതെങ്കിലും രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ ദുരാരോപണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് ഏജൻസിയെ, ഔദ്യോഗിക ഏജൻസിയെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏൽപ്പിച്ചത്. അവരാണ് ടെൻഡർ നടപടിയെല്ലാം പൂർത്തിയാക്കി ഇതിൻ്റെ ഇതുവരെയുള്ള നിർമ്മാണങ്ങൾ അവരാണ് നടത്തിയത്. നഗരസഭയുടെ ഒരു 3-3.5 സെൻറ്റ് വസ്തു നഷ്ടപ്പെടുമായിരുന്നത് അവരെന്നോടൊപ്പം നിന്നതുകൊണ്ട് മാത്രം 1 ഇഞ്ച് പോലും നഷ്ടപ്പെടാതെ ഈ നമ്മുടെ സ്ഥലം നമ്മുടെ കൈവശം വച്ചുകൊണ്ട് തന്നെ നഷ്ടപ്പെടാതെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആറ്റിങ്ങലിലെ ജനങ്ങൾക്ക് ലക്ഷങ്ങൾ മുടക്കാതെ വിവാഹങ്ങൾ നടത്തണം, പൊതുപരിപാടികൾ നടത്തണം. അതിന് ഈ ടൗൺ ഹാൾ യാഥാർത്ഥ്യമാവുക തന്നെ വേണം. അതുതന്നെയാണ് ഇവിടെ ഉയർന്നു വന്ന ജനവികാരവും. അധികൃതർ കണ്ണു തുറന്ന എത്രയും പെട്ടെന്ന് തന്നെ ആറ്റിങ്ങൽ ടൗൺ ഹാളിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും പ്രതീക്ഷ. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ സമാപിക്കുന്നു. നമസ്കാരം.